ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ന്യായവന്മാരുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെഷനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ 11ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ധ്യാനിക്കുകയും 12ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ചെന്ന് തുടരുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹങ്ങൾ അറിയിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനന്തരം എഫ്രൈമിൽ ഒന്നിച്ച് കൂടി വടക്കോട്ട് ചെന്ന് യിഫ്താഹിനോട്, നീ അമ്മോന്യരുടെ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പുരണ്ടെന്ന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുറ്റുകളയുമെന്ന് പറഞ്ഞു. യിഫ്താഹ് അവരോട്, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അന്നേരം യിഫ്താഹ് ഗിലിയാദിനെയൊക്കെയും വിളിച്ചുകൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഗിലിയാദിരായ നിങ്ങൾ എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും മധ്യ എഫ്രൈമിയ പലായതന്മാരാകുന്നു എന്ന് എഫ്രൈമിനെ പറഞ്ഞുകൊണ്ട് ഗിലിയാദിർ അവരെ സംഭരിച്ചു കളഞ്ഞു. ഗിലിയാദിയർ എഫ്രൈം ഭാഗത്തുള്ള യോർദാനെ കടവുകൾ പിടിച്ചു. എഫ്രൈമിയ പലാഹിതന്മാരിൽ ഒരുത്തൻ ഇന്ന് അക്കരയ്ക്ക് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലിയാദിർ അവനോട്, നീ എഫ്രൈമിനോ എന്ന് ചോദിക്കും. അല്ലേ എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട് ഷിബോലേത്ത് എന്ന് എന്ന് പറയും. അത് അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായ കൊണ്ട് അവൻ സിബലോത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. അങ്ങനെ ആ കാലത്ത് എഫ്രൈമിൽ 42,000 പേർ വീണു. യിഫ്താഹ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലിയാദിനായ യിഫ്താഹ് മരിച്ചു. ഗിലിയാദ് ആ പട്ടണങ്ങളിൽ ഒന്നിൽ തന്നെ അടക്കം ചെയ്തു. അവന് ശേഷം ബെത്ലഹേമിനായ ഇബ്സാൻ ഏവനായിരുന്നു. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ 30 പുത്രന്മാരെ കെട്ടിച്ചയക്കുകയും പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രായേലിനെ 7 സംവത്സരം ന്യായാധിപനായിരുന്നു. ഇബ്സാൻ മരിച്ചു, ബെത്ലഹേമിൽ അടക്കം ചെയ്തു. അവൻ്റെ ശേഷം സിബ്ലൂനിനായ ഏലോൻ ഇസ്രായേലിന് ന്യായാധിപനായി. 10 സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സിബ്ലൂനിനായ ഏലോൻ മരിച്ചു. അവനെ സിബ്ലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു. കണ്ടോ, ഇവിടെ നമുക്ക് കാണാം യിഫ്താഹിന് ശേഷമായിട്ട് ഇബ്സാന് ശേഷമായിട്ട് ഏലോൻ എന്നിവർ അവർക്ക് ന്യായാധിപന്മാരുടെ വേണ്ടിയായിത്തീർന്നു. അതിനുശേഷം ഹില്ലേലിൻ്റെ മകനായ അബ്ദോൻ എന്ന ഒരു ഫിരോദോന്യൻ ഇസ്രായേലിന് ന്യായാധിപനായി വരുന്നു. 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിനെ 8 സംവത്സരം ന്യായപാലനം ചെയ്തു. പിന്നെ ഹില്ലേലിൻ്റെ മകനായ അബ്ദോൻ എന്ന ഫിരാദോന്യൻ മരിച്ചു. അവനെ എഫ്രൈം ദേശത്തെ അമാലിക്കര മലനാട്ടിൽ ഫിരാദോന്യനിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. വീണ്ടും വീണ്ടും അവരുടെ ചരിത്രം ആവർത്തിക്കുന്നു. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് പിന്നെയും അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. ഇവിടുന്ന് നമ്മൾ ശിംശോൻ്റെ ചരിത്രം തുടരുകയാണ്. 13ാം അധ്യായം മുതൽ നമ്മൾ കാണുമ്പോൾ 13ാം അധ്യായം മുതൽ 16ാം അധ്യായം വരെയുള്ള ഭാഗത്തൊക്കെ ശിംശോൻ്റെ ചരിത്രമാണ്. എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സ്വരാദിനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവൻ്റെ ഭാര്യ മച്ചയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷവരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേര് അവനോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവ്, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ച് പെരുമാറാകട്ടെ എന്ന് പറഞ്ഞു. മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദേവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല.
ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയുടെ കൂടെ ചെന്ന് ആ പുരുഷൻ്റെ അടുക്കൽ എത്തി. ആ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. മനോഹ അവനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവിടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്നത് യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയുടെ ദൂതനോട് ഞങ്ങളൊരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യുമ്പോൾ നീ താമസിക്കണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട് നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ഈ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കണമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. മനോഹ യഹോവയുടെ ദൂതനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണതിന് എൻ്റെ പേരെന്തെന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട് എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്, അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമിൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയുടെ കൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും ഇത് കണ്ട് സാഷ്ടാംഗം വീണ് യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട് നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവൾ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെ നമുക്ക് കാണിച്ചിരിക്കുകയോ ഈ സമയത്ത് ഇതുപോലെയുള്ള ഒരു കാര്യം നമ്മളെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവനെ ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മതിയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവൾ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനും അമ്മയും അവനോട് ഗൃഹചർമ്മികളായ ഫിലിസ്തീനിൽ നിന്ന് നീ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ കന്യമാരിലും നമ്മുടെ സകലജനത്തിന് യാതൊരു വ്യക്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തൻ്റെ അപ്പനോട് അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയിൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫിലിസ്തീനയുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫിലിസ്തീനായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറി കളഞ്ഞു. കണ്ടോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിംഹത്തെ പോലും കീറിക്കളയാൻ വേറെ ഒരു ആയത്തിൻ്റെ ആവശ്യം വന്നില്ല. കുഞ്ഞെ ദൈവാത്മശക്തിൻ്റെ ഉണ്ടെങ്കിൽ തലമുറയിൽ ദൈവത്തിനോട് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിറപടിയായി നിവർത്തിക്കും. മറ്റുള്ളവർക്കുള്ള പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്ക്, ദൈവശക്തി ഏറ്റെടുക്ക്, ദൈവറിവിൽ നിന്ന് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. വലിയ വിജയങ്ങൾ നിനക്ക് പ്രാപിപ്പാനിടയായിത്തീരും. അവൻ താൻ ചെയ്ത അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോനെ ബോധിച്ചു. കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയിൽ സിംഹത്തിൻ്റെ ഉടലിൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനകത്ത് തേനീച്ചക്കൂട്ടവും കണ്ടു. തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നുകൊണ്ട് നടന്നു. അപ്പനെ അമ്മയുടെ അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവർ അവനോട് പറഞ്ഞില്ല. അങ്ങനെ അവൻ്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവനോട് കൂടി ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട് ഞാൻ നിങ്ങളോടൊരു കടം പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരണമെന്ന് പറഞ്ഞു. അവനോട് ഇതിൻ്റെ കടം പറയുക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവനവരുടെ ഭോക്താവിൽ നിന്ന് ഭോജനവും മലയിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വിട്ടു. അവന് 3 ദിവസത്തോളം അവർ കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ ഞങ്ങൾ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവളോട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിൻ്റെ 7-ാം ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തൻ്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്ക് മുമ്പേ പട്ടണക്കാർ അവനോട്
തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എൻ്റെ പശുക്കിടാവനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവൻ്റെ മേൽ വന്നു. അവൻ അസ്കോലനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി ശിംശോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തു കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശനിഗ്രഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നില്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കിടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് അവളെ നിൻ്റെ തോഴന് കൊടുത്തുപോയി. അവളെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിംശോൻ, ഇപ്പോൾ ഫെലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് പന്തമെടുത്ത് 2 വാലിനിടയിൽ ഒരു പന്തം വെച്ച് കെട്ടി പന്തം തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വളവിലേക്ക് വിട്ടു. കറ്റയും വെളവും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തത് ആരെന്ന് ഫെലിസ്ത്യർ അന്വേഷിച്ചാരെ തിമ്നക്കാരൻ്റെ മരുമകൻ ശിംശോനും അവൻ്റെ ഭാര്യയെ അവൻ എടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടു കളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു, തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാംപാറയുടെ ഗൃഹത്തിൽ പാർത്തു. ഫെലിസ്ത്യർ ചെന്ന് യഹൂദയിൽ പാളയം ഇറങ്ങി ലേഹിയിലെല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോട് ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കിട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാംപാറയുടെ ഗൃഹത്തിൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു, നീ അറിയുന്നില്ലയോ? ഞങ്ങളോട് ഇത് ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് എന്നെ പിടിച്ചു കിട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്ന് സത്യം ചെയ്യുകയും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല എന്ന്, നിന്നെ പിടിച്ചു കെട്ടി അവരെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ അണൽ നൂല് പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. അവനൊരു കഴുതയുടെ പശത്താടിയിൽ കണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്ന് 2 കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 പേരെ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയിൽ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിന് കയ്യാൽ ഈ മഹാജയം നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യാൽ വീണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലോഹിൽ ഒരു കുഴിപിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കാരെ എന്ന് പേരായി. അതെന്നുവരെയും ലേഹിയിലുണ്ട്. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിനെ 20 സംവത്സരം ന്യായപാലനം ചെയ്തു. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്ന്, ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നെന്ന് ഗസർക്ക് അറിവ് കിട്ടി. വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ 2 മോടാമ്പലോട് കൂടി പറിച്ചെടുത്ത് ചുള്ളിൽ വെച്ച് പുറപ്പെട്ടു. ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. അതിനുശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ലീല എന്നു പേരുള്ള സ്ത്രീയെ കണ്ടു സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളോട് അടുക്കി ചെന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിൽ നിന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലീല ശിംശോനോട്, നിന്റെ മഹാശക്തി എതിലാകുന്നു, ഇതിനാൽ നിന്നെ ബന്ധിച്ചു ഒതുക്കാം, എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ച ഞാൻ അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ 10 പേർ പാർത്തിരുന്നു. അവൾ അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആ തീ തൊട്ട ചണുനൂൽ പോലെ ഞാണുകളെ പൊടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. പിന്നെ ലീല ശിംശോനോട്, നീ എന്നെ ചതിച്ച് എന്നോട് ബോഷ്ക്ക് പറഞ്ഞു, നിന്നെ എതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവനോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. 10 ഉൾമുറിയിലുണ്ടായിരുന്നു. അവന് ഒരു നൂല് പോലെ തൻ്റെ കയ്യിൽമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട്,
ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് ബോഷ്ക്ക് പറഞ്ഞു നീ എന്നെ ഇതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവൻ അവളോട് എൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്ത് കുറ്റി അടിച്ചുറപ്പിച്ചു. അവനോട് ശിംശോനെ ഫിലിസ്ത്യർ എന്താ വരുന്നെന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്ന് നെയ്ത്തുടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. അപ്പോൾ അവൻ നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നത് എങ്ങനെയെന്ന് ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു. നിന്റെ മഹാശക്തി ഏതിലാകുന്നു എനിക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കോണം വ്യസനപരവശനെ തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. പക്ഷെ അവരെ കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദിലീല ഫിലിസ്ത്യർ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ തൻ്റെ ഉള്ളം മുഴുവൻ എന്നെ അറിയിച്ചിരിക്കുന്നു പറയിച്ചു. ഫിലിസ്ത്യർ കുമാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു. തൻ്റെ തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവർ ശിംശോനെ ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ അവൻ മുമ്പിലത്തെ പോലെ ഒഴിഞ്ഞു കളഞ്ഞു എന്ന് വിചാരിച്ചു. ഫിലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പിടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങളെ കൊണ്ട് ബന്ധിച്ചു. അവൻ കരഗ്രഹത്തിന് മാവ് പിടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ദേവനായ ദാഹോന് ഒരു വലിയ ബലി കഴിപ്പിക്കാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. പുരുഷാരമോനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മൾ അനേകരെ കൊല്ലുകയും ചെയ്ത് നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിംശോനെ കരഗ്രഹത്തിൽ വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ ക്ഷേത്രത്തിൽ ചുമര് പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫിലിസ്ത്യ പ്രഭുക്കന്മാരോടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിലുണ്ടായിരുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്നതായ 2 നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ചു. അവയോട് ചാരി, ഞാൻ ഫിലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം മുതലുള്ള പ്രഭുക്കന്മാരുടെയും ജനത്തിൻ്റെ മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. എൻ്റെ സഹോദരന്മാരും പിതൃഭവനും ഒക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്രായേലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. വളരെ ശക്തനായ ഒരു മനുഷ്യൻ. അതേസമയം വ്യവസ്ഥ തിരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീർന്നു. അതിൽ അവൻ്റെ മരണസമയത്ത് അവൻ വീണ്ടും ദൈവത്തോട് നിലവിളിക്കുകയും ദൈവത്തോട് കരുണ കാണിച്ച് ഒരു വലിയ വിജയത്തോടു കൂടി തന്നെ തൻ്റെ ചരിത്രം അവസാനിക്കുകയും ചെയ്യാനിടയായിത്തീർന്നു. നമ്മളിവിടെയൊക്കെ സൂക്ഷിക്കേണ്ട വലിയ കാര്യം, പക്ഷേ ദൈവം നമ്മൾ ഉപയോഗിച്ച് തന്നേക്കാം, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നേക്കാം. അപ്പോഴൊക്കെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കില്ല നാം ദൈവവ്യവസ്ഥയോട് എത്രമാത്രം ഏകീഭവിക്കുന്നു എന്നുള്ള വ്യവസ്ഥയിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ദൈവം നമ്മെ ന്യായീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിത സൂക്ഷ്മത സഹായിക്കുമാറാകട്ടെ. എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഒന്നെൻ്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ശബ്ദം ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട്, ഞാനാകുന്നത് എടുത്തത് എന്ന് പറഞ്ഞു. എൻ്റെ മകനെ, നീ യഹോവയിൽ അനുഗ്രഹിക്കപ്പെടുവനെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ, കൊത്തുമണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകന് വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകയാൽ ഞാനത് നിനക്ക് മടക്കി തരുന്നു പറഞ്ഞു. ആ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാര കയ്യിൽ കൊടുത്ത് അവൻ അതുകൊണ്ട് കൊത്തുമണിയും വാർപ്പുമണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അത് മീഖാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരമുണ്ടായിരുന്നു. അവനൊരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കിച്ച് പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു. അവൻ അവൻ്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. കണ്ടോ, നയിക്കുവാൻ ഒരാളില്ലെങ്കിൽ ജനമെല്ലാം അധോഗതിയിലേക്ക് പോകുന്നുള്ളതാണ്. രാജാവില്ലാത്തതുകൊണ്ട്
ജനമെല്ലാം അവർക്ക് ബോധിച്ചോണം നടക്കുകയാണ്. യഹൂദയിലെ ബേത്ലഹേമിനായ യഹൂദ ഗോത്രത്തിൽ വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. അവൻ ലേവിനും അവിടെ വന്നു പാർത്തവനും മാത്രമേ. ഇറം കിട്ടുന്നിടത്തേക്ക് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ടു. തൻ്റെ പ്രയാണത്തിൽ എഫ്രൈം മലനാട്ടിൽ മീകാവിൻ്റെ വീട് വരെ എത്തി. മീകാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്നു, ലേവിനാകുന്നു, തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോവുകയാണെന്ന് പറഞ്ഞു. മീകാവിനോട്, നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക, ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ലേവിനകത്ത് ചെന്ന് അവനോടുകൂടെ പാർപ്പാൻ ലേവിന് സമ്മതമായി. ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. മീകാവ് ലേവിനെ കരപൂരണം കഴിപ്പിച്ചു. യുവാവ് അവന് വിരോധനായിത്തീർന്നു. മീകാവിൻ്റെ വീട്ടിൽ പാർത്ത് ഒരു ലേവിനെ എനിക്ക് വിരോധനായിരിക്കിയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ചയായെന്ന് മീകാവ് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിപാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി ഒന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ദേശം വിട്ടു നോക്കി പരിശോധിക്കണമെന്ന് ദാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിലെ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്നും എസ്താദിലയിൽ നിന്നും അയച്ചു. അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ എഫ്രൈം മലനാട്ടിൽ മീകാവിൻ്റെ വീട് വരെ എത്തി. രാത്രി അവിടെ പാർത്തു. മീകാവിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ ആ ലേവൻ യുവാവിന് ശബ്ദം കേട്ടറിഞ്ഞു. അവിടെ കയറി ചെന്നു. അവനോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്കിവിടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. അവനോട്, മീകാവ് എനിക്ക് ഇന്നെന്ത് ചെയ്തിരിക്കുന്നു, അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി, ഞാൻ അവൻ്റെ പ്രയോജനമാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയണമെന്ന് ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. പ്രയോജനം അവരോട്, സമാധാനത്തോടെ പോകുവിൻ, നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേക ചോദ്യമുണ്ട് 12-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ, അല്ലേ? നിന്നെ ഇവിടെ കൊണ്ടുവന്നതാര്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്കിവിടെ എന്ത് കിട്ടും? ഇത് നമ്മളോടൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഒന്ന്, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടല്ല നമ്മുടെ മാതാപിതാക്കളുടെ മകനായിട്ട് അല്ലെങ്കിൽ മകളായി നമ്മൾ ജനിച്ചത്. പിന്നെ ആരാണ്? ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ട് ആ കുടുംബത്തിൽ നമ്മൾ ജനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത് മനസ്സിലാക്കണം. 2, നമ്മുടെ ചോദ്യം, ദൈവത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നതെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവരാ. അതിൽ പലപ്പോഴും നമ്മൾ സ്വന്തം മഹത്വം അന്വേഷിച്ച് പോവുകയും ദൈവത്തോട് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യുക. 3-ാമത്തെ ചോദ്യം എന്താ അറിയാമോ? നിനക്കിവിടെ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ച് ജീവിച്ചാൽ അപ്രകാരമുള്ള ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. എന്നാൽ ദൈവത്തെ നിഷേധിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ടാകും. ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട്, ദൈവത്തെ അനുസരിപ്പാനായിട്ട് ഏൽപ്പിച്ചു കർത്താവ് സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ആ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലൈശിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സിദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാ ദേശാരുമില്ല. അവർ സിദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു. പിന്നെ അവർ സോയരയിലും എസ്തായിലും ഞങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്ന് സഹോദരന്മാർ അവരോട്, നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ അവർ, എഴുന്നേൽപ്പീൻ, നാം അവിടെ നേരെ ചെല്ലുക. ആ ദേശം ബഹുവിശേഷം ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ആ ദേശം കൈവശമാക്കണതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിലുള്ള യാതൊന്നിനും കൊടുവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എസ്രായേലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടുന്ന് പുറപ്പെട്ടു. അവിടെ ചെന്ന് യഹൂദയിലെ കിര്യത്ത് യെയാരീമിൽ നിന്ന് പാളയം ഇറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് വരെയും മഹനേ ദാൻ എന്നു പേർ. കിര്യത്ത് യെയാരീമിൻ്റെ പിൻവശത്ത് ഇരിക്കുന്നു. അവിടുന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് ചെന്ന് മീകാവിൻ്റെ വീട്ടിനരികെത്തി. അപ്പോൾ ലൈഷ് ദേശം വിട്ടു നോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും നമ്മുടെ സഹോദരന്മാരുടെ ഈ വീടുകളിൽ ഒരു എഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുമണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹവുമുണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചുകൊള്ളുവീൻ. അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീകാവിൻ്റെ വീടിനോട് ചേർന്ന് ലേവി ഭവനെ പിടിച്ചെന്നു. അവരോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യർ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശം വിട്ടു നോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്ത് കടന്ന് കൊത്തുമണിയായ വിഗ്രഹവും എഫോദും ഗ്രഹബിംബവും വാർപ്പണിയായ വിഗ്രഹവും എടുത്ത് പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു.
മീഖാവിൻ്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗൃഹവും ആർപ്പണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവനോട് മിണ്ടരുത്, എൻ്റെ വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഒരുവൻ്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഇത് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതനെ മനം തെളിഞ്ഞ് അവൻ ഏഫോദും ഗൃഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പട്ടണത്തിന് നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളെ മുന്നിലാക്കി പ്രയാണം ചെയ്തു. മീഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തായപ്പോൾ മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന് വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട് നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുവാൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്ക് എന്തുള്ളൂ, നിനക്ക് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ദാന്യർ അവനോട് എൻ്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ ദേഷ്യക്കാർ നിങ്ങളോട് കയർത്തിട്ട് എൻ്റെ ജീവനും ഒരു വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവിടുത്തെ അന്നേലും ബലവാന്മാർ എന്ന് മിഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മിഖാവ് തീർപ്പിച്ചുകയും ഉണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലയീശിൽ സ്വൈര്യവും നിർഭയവുമായ ജനത്തിൻ്റെ അടുക്കലെത്തി അവരുടെ വാളിൻ്റെ വയറ്റിലേൽ വെട്ടി പട്ടണം ദൈവം ചുറ്റുകളഞ്ഞു. അത് സീദോനകലെയായിരുന്നു. മറ്റ് മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായതുകൊണ്ട് അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അത് ലഹബ് താഴ്വരയിലായിരുന്നു. അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിൽ ജനിച്ച തങ്ങളുടെ പിതാവായ ദാൻ്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്നു പേരായിരുന്നു. ദാനിയർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗെർശോമിൻ്റെ മകൻ യോനാദാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് വിരോധനമായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശിലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് നിർമ്മിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു. ഇവിടെ ആ ജനത പലപ്പോഴും ദൈവത്തെ വിട്ടുപോകുന്നു. ചില സന്ദർഭങ്ങളിൽ അവർ ദൈവത്തെ സേവിക്കുന്നു, ചിലപ്പോൾ ദൈവപ്രമാണം പിന്നെയാകുന്നു പോകുന്നു. നമ്മെ ഈ ചരിത്രമെല്ലാം പഠിക്കുമ്പോൾ നമ്മളെ കാണേണ്ടത് നമുക്ക് ദൈവജനത്തോടെ എത്രമാത്രം വിശ്വസ്ത പുലർത്തുവാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇവരെ പോലെ കുറച്ചു കാലം ദൈവത്തെ അനുസരിക്കുകയും പിന്നെ അനുസരണക്കേട് കാണിക്കുന്ന തരത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ട് ദിനംതോറും ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ ഇതിനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് ഇതെന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വചനം പഠിച്ചതുപോലെ എന്നോട് അനുദിനവും ചേർന്ന് നിൽപ്പാൻ കൃപ നമുക്ക് നൽകപ്പെടുമാറാണെന്ന് പ്രാർത്ഥന. ഇതിനെ അനുസരിപ്പാൻ നമ്മെ പിടിച്ചിപ്പോൾ കൃപ നൽകുമാറാണമേ. ഇസ്രായേലിനെ പോലെ നിങ്ങളെ നകന്നു മാറുന്നവരായിട്ടല്ല, നിങ്ങളെ പ്രമാണിച്ച് ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നീ അനുഗ്രഹിക്കുമാറാകണം. നാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു നാമത്തിനെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശവും സൂചന നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വരും താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിനെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.